ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഗ്രീൻ എർത്ത് എന്നതിൻ്റെ 4ാം ഭാഗമാണ്. നെക്സ്റ്റ്, വെറൈറ്റീസ് ഓഫ് ലീവ്സ്. ഒബ്സർവ് ദി പ്ലാന്റ്സ് ഇൻ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. സ്കൂളിലുള്ള പ്ലാന്റ്സ് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കുക. ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ ബൈ ലിസ്റ്റിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് ദർ ലീവ്സ്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെ? ലിസ്റ്റിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് ദർ ലീവ്സ്. ലീവ്സിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ച്, ലീവ്സിൻ്റെ പ്രത്യേകതക്കനുസരിച്ച്. ഫസ്റ്റ് എന്താണ് ഇവിടെ? തുമ്പ എന്ന പ്ലാന്റിൽ നെയിം ഓഫ് ദി പ്ലാന്റ് എന്നുള്ളടത്ത് തുമ്പ. നെക്സ്റ്റ് ഏതൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്കറിയാം അല്ലേ? മാംഗോ ട്രീ, റോസ്, മണി പ്ലാന്റ്. അങ്ങനെ പ്ലാന്റ്സിൻ്റെ നെയിംസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് എന്താണ്? ഷേപ്പ് ഓഫ് ദി ലീഫ്. ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് ഇവിടെ എഴുതുക. ഡു ലീവ് സ്മെൽ? ലീഫിന് സ്മെല്ല് ഉണ്ടാകാറുണ്ടോ? ലീഫിന് സ്മെല്ലുള്ള ലീവ്സ് ആണെങ്കിൽ യെസ് എന്ന് പറയാം, സ്മെല്ലില്ലെങ്കിൽ നോ എന്ന് എഴുതുക. കളർ ഓഫ് ദി ലീവ്സ്, ആ ലീവ്സിന് കളർ ഉണ്ടാവില്ലേ, അതിൻ്റെ കളർ എന്താണെന്ന് എഴുതുക. ഇവിടെ തുമ്പ തന്നിട്ടുണ്ടല്ലേ. തുമ്പൻ്റെ ലീഫിൻ്റെ ഷേപ്പ് എന്താണ്? ലോങ് ആൻഡ് ടാമ്പറിങ്. എന്താണ്? നീണ്ടതും ചുരുങ്ങിയതുമാണ്, ടാമ്പർ ചെയ്തതുമാണ്. ലോങ് ആൻഡ് ടാമ്പറിങ്, നീണ്ട് ചുരുങ്ങിയ ലീവ്സാണ് തുമ്പക്കുള്ളത്. അതിൻ്റെ ലീഫിന് എന്താണ്? സ്മെല്ലുണ്ടോ? സ്മെല്ലുണ്ട്, യെസ്, അതിനൊരു സ്മെല്ലുണ്ടാകും, ഒരു മണം ഉണ്ടാകില്ലേ. കളർ എന്താണ്? ഗ്രീൻ കളർ ലീഫാണ്. ഇതെന്താണ്? അതിൻ്റെ ലീവ്സിൻ്റെ ഫീച്ചേഴ്സാണ്, പ്രത്യേകതകളാണ് കേട്ടോ. ദെൻ മാംഗോ ട്രീ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മാംഗോ ട്രീൻ്റെ ലീഫ് എങ്ങനെയാണ്? അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അല്ലേ? ലോങ് ആൻഡ് ടാമ്പറിങ് ആണ്. നീണ്ട് ചുരുണ്ട ഇലകളല്ലേ മാംഗോ ട്രീക്ക് ഉണ്ടാവാറ്. മാംഗോ ട്രീൻ്റെ ഇലകളും ലോങ് ആൻഡ് ടാമ്പറിങ് ലീവ്സ് ആണുള്ളത്. മാംഗോ ട്രീൻ്റെ ലീഫിന് സ്മെല്ലുണ്ടോ അല്ലേ? മണക്കാറില്ലേ? മാംഗോ ട്രീൻ്റെ ലീഫ് എന്താണ്? ഒരു സ്മെൽ, മാംഗോൻ്റെ സ്മെല്ല് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ യെസ്, മാംഗോ ട്രീൻ്റെ ലീഫിന് സ്മെല്ലുണ്ട്, ഗ്രീൻ കളറല്ലേ. ദെൻ റോസ് പ്ലാന്റ്. റോസിന് എന്താണ്? റോസിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് എന്താണ്? റൗണ്ട് ആൻഡ് ഫ്ലാറ്റ് ആണല്ലേ, പരന്ന് ഉരുണ്ടിട്ടുള്ളതാണ്. ലീഫിന് സ്മെല്ലുണ്ടോ? ഇല്ല, നോ, ഗ്രീൻ കളറാണ്. ദെൻ മണി പ്ലാന്റിൻ്റെ ലീഫ് എന്താണ്? റൗണ്ട് ആൻഡ് ഫ്ലാറ്റ് ആണ്. എന്താണ്? റൗണ്ട് ഉരുണ്ടതും പരന്നതുമാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ലീഫുമാണ് മണി പ്ലാന്റിനുണ്ടാവുക. അതിൻ്റെ ലീഫിന് സ്മെല്ലുണ്ട്. ഇതാണ് യെല്ലോ കളർ ലീഫാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് എന്താ? വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. എന്തൊക്കെ ഡിഫറൻസ് ആണ് ഈ ലീവ്സിലുള്ളത്? നിങ്ങൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് കണ്ടത് അല്ലേ? ലീവ്സിൻ്റെ ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ട്, അതിൻ്റെ കളറിൽ ഡിഫറൻസ് ഉണ്ട്, സ്മെല്ലുള്ള ലീഫുണ്ട്, സ്മെല്ലില്ലാത്ത ലീഫുണ്ട് അല്ലേ പ്ലാന്റ്സിന്. എന്തൊക്കെയാണ്? ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ് അല്ലേ, ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള ലീവ്സ് ഉണ്ട്. ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്. ദെൻ എന്താണ്? നെക്സ്റ്റ് വെറൈറ്റി ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്സ് അല്ലേ, അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടല്ലേ ലീഫിൻ്റെ. ചില ലീഫിൻ്റെ ലോങ് നീണ്ട ലീഫായിരിക്കും, ചിലത് റൗണ്ട് ലീഫ് ഉള്ളതുണ്ട്, പരന്ന ഫ്ലാറ്റ് ആയിട്ട് ലീഫുള്ള പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്സ്. സം ഓഫ് ദി ലീവ്സ് ഹാസ് സ്മെൽ അല്ലേ, ചില ലീവ്സിന് എന്താണ്? സ്മെല്ലുണ്ട് അല്ലേ. സ്മെല്ലുള്ള ലീവ്സും ഉണ്ട്, സ്മെല്ലില്ലാത്ത ലീവ്സും ഉണ്ട്. പ്ലേസ് ദി ലീവ്സ് അണ്ടർ ദി പേപ്പർ. എന്താണ്? ഒരു ലീഫ് എടുക്കുക, ഒരു ഇല എടുത്തിട്ട് പേപ്പറിൻ്റെ അടിയിൽ വെക്കുക. ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. അതിൻ്റെ മുകളിൽ എന്താണ്? ക്രയോണിനോണ്ട് കളർ എടുക്കുക. ഒബ്സർവ് ദി പാറ്റേൺസ്, എന്നിട്ട് പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാം. എന്താണെന്ന് മനസ്സിലായോ? ഒരു ഇല എടുക്കുക, ലീഫ് എടുത്തിട്ട് പേപ്പറിൻ്റെ അടിയിൽ വെക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു ലീഫ് വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രയോണിനോട് ഇങ്ങനെ കളർ കൊടുക്കുക. അപ്പം എന്താണ്? ആ ലീഫിൻ്റെ പാറ്റേൺ ആ പേപ്പറിൽ വരില്ലേ. ആ പാറ്റേൺ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, leaf figures. See the figures of creatures made using different kinds of leaves. Can you make similar figures? ഇവിടെ ഒരു പിക്ചർ തന്നത് കണ്ടില്ലേ? ഇതെന്താണ്? ലീവ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ജീവികളാണ് അല്ലേ. പാരറ്റിനൊക്കെ എന്താണ്? ലീവ്സ് യൂസ് ചെയ്തിട്ടാണ്, ലീവ്സ് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടാക്കിയത്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുമോ? ലീവ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സിനെ ഉണ്ടാക്കാം. ദെൻ വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ് അല്ലേ, ലീവ്സിലുള്ള വെറൈറ്റി നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ഫ്ലവേഴ്സിലെ പൂക്കളിലുള്ള വെറൈറ്റി നമുക്ക് പഠിക്കാം. പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ് അല്ലേ. ഈ പ്ലാന്റ് എന്താണ് പറയുന്നത്? എൻ്റെ ഫ്ലവേഴ്സ് പ്ലക്ക് ചെയ്യരുത്, മുറിക്കരുത്. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഇറ്റ് ഫ്ലവേഴ്സ്? എന്തുകൊണ്ടായിരിക്കും ആ പ്ലാന്റ് എൻ്റെ ഫ്ലവർ പറിക്കരുതെന്ന് പറഞ്ഞത്? വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? ഈ ഫ്ലവേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഫ്ലവേഴ്സിന്റെ ഉപയോഗം എന്താണ്? ഹു ആർ ബെനിഫിറ്റഡ്? ആരാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ലിസ്റ്റ് ഔട്ട്. നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഉപയോഗങ്ങൾ എന്താണ്? ഫ്ലവേഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ബീസ് ഗെറ്റ് ഹണി ഒന്നിവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ബീസിലെ തേനീച്ചകൾക്ക് തേൻ കിട്ടുന്നു, പൂക്കളിൽ നിന്നല്ലേ തേൻ കിട്ടുന്നത്. നെക്സ്റ്റ് കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വി യൂസ് സം ഫ്ലവേഴ്സ് ആസ് മെഡിസിൻ. എന്താണ്? ചില ഫ്ലവേഴ്സ് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലേ, മെഡിസിൻ ആയിട്ട് ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ഫോർ ഡെക്കറേഷൻ, എന്താണ് ഡെക്കറേറ്റ് ചെയ്യാനല്ലേ നമ്മൾ കല്യാണങ്ങളിലൊക്കെ ഓരോ ഡെക്കറേഷൻ വർക്കുകളിലെ പൂക്കൾ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് അതെന്താണ് അലങ്കരിക്കാറുണ്ട്, വീടൊക്കെ അലങ്കരിക്കാറുണ്ട്. അപ്പോൾ അലങ്കാരത്തിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യലുണ്ട്. ദെൻ ബേർഡ്സ്, ബട്ടർഫ്ലൈ, ഇൻസെക്ട്സ് എക്സെട്ര യൂസ്ഡ് ആസ് ഫുഡ്. ആരൊക്കെ? ബേർഡ്സ്, ബട്ടർഫ്ലൈ, ഇൻസെക്ട്സ് എക്സെട്ര ETC എന്താണ് അങ്ങനത്തെ ജീവികൾ, ബട്ടർഫ്ലൈ, ഇൻസെക്റ്റും ബേർഡ്സ് ഒക്കെ പോലത്തെ ജീവികൾ എന്താണ് അത് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫ്ലവർ എന്താണ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലവറിലുള്ള തേൻ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്ലവേഴ്സ് മേക്ക് അസ് ഹാപ്പി. ഫ്ലവേഴ്സ് നമ്മളെ ഹാപ്പി ആക്കുന്നില്ലേ? നമുക്ക് എല്ലാവർക്കും എന്താ ഫ്ലവേഴ്സ് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ടല്ലേ. ദെൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഏതൊക്കെ ഫ്ലവേഴ്സാണ്? ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതാ ഫ്ലവർ? റോസിലെ ഇത് റോസ് ഫ്ലവർ ആണ്. ഇതെന്താണ്? കാഷ്യ അല്ലെങ്കിൽ കണിക്കൊന്ന. കണിക്കൊന്ന ഇല്ലേ, ആ പൂവാണ് ഇത്. ഇത് ഏത് ഫ്ലവർ ആണ്? ജാസ്മിൻ. ഇതേതാണ്? പോർച്ചുലാക്ക അല്ലെ 10 മണി പൂവ് എന്ന് പറയും. ഇതെന്താണ്? സെനിയ ഫ്ലവർ ആണ്. ഇതെന്താണ്? മാരിഗോൾഡ് അല്ലെങ്കിൽ മല്ലികല്ലേ, മല്ലികയാണ് മാരിഗോൾഡ്. നെക്സ്റ്റ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ടു. എന്താണ്? ഫ്ലവർ ഇല്ലാത്ത നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് പഠിച്ചു അല്ലേ. എന്താണ്? പൂക്കളില്ലാത്ത പ്ലാന്റ്സ് ഉണ്ട്. ഹാവ് യു സീൻ ദി പ്ലാന്റ്സ് ഗിവൺ ഇൻ ദി പിക്ചേഴ്സ്? ഈ പിക്ചറിൽ തന്ന പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡു ദേ ബ്ലൂം? അവ പൂക്കുന്നുണ്ടോ? ബ്ലൂം ചെയ്യുന്നുണ്ടോ? പൂക്കുന്നവയാണോ? അല്ല അല്ലേ. ഡു ആൾ ദി പ്ലാന്റ്സ് ബ്ലൂം? എല്ലാ പ്ലാന്റ്സും പൂക്കുന്നവയാണോ? അല്ല, നോ. സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇവയെന്താണ്? പൂക്കുന്ന പ്ലാന്റ്സ് അല്ല അല്ലേ. ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, പൂക്കാത്ത പ്ലാന്റ്സും ഉണ്ട്. ഇതിലെന്താണ്? പൂക്കളില്ലാത്ത ചെടികളാണ്. നിങ്ങളെ എന്താണ് റോഡ് സൈഡിലൊക്കെ കാണുന്ന ചെടികളില്ലേ, പൂക്കാത്ത എന്താണ് ചെടികളാണ് ഇതൊക്കെ. ദി മേജർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. എന്താണ്? ഒരു പ്ലാന്റിന്റെ മേജർ പാർട്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? റൂട്ട്, സ്റ്റെം, ലീഫ്. റൂട്ടും സ്റ്റെമ്മും ലീഫുമാണ്. ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് ദി പ്ലാന്റ്സ് ഗ്രോത്ത്. ഫ്ലവേഴ്സ് എന്താണ്? പ്ലാന്റ്സ് ഗ്രോ ചെയ്തിട്ട് പിന്നീട് ഉണ്ടാവുന്നതാണ് അല്ലേ. പിന്നീടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ആദ്യം അതിന് വേര്, സ്റ്റെം ഉണ്ടാകും അല്ലേ, ദെൻ ലീഫുകൾ ഉണ്ടാകും, എന്നിട്ടാണ് എന്ത്? ഫ്ലവേഴ്സ് പിന്നീടാണ് ഉണ്ടാവുന്നത്. ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സ് എന്താണ്? പിന്നെ അത് ഫ്രൂട്ട്സ് ആയിട്ട് മാറും. ആൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എന്താണ്? എല്ലാ പ്ലാന്റ്സും പൂക്കുന്നവയല്ല, ബ്ലൂം ചെയ്യുന്നവയല്ല. ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ആൾസോ. എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് ആകുന്നുമില്ല, പഴങ്ങളാകുന്നുമില്ല. എല്ലാം വ്യത്യസ്തമാണല്ലേ. ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ അല്ലേ. സഫിഷ്യൻറ്റ് വാട്ടർ ഇല്ലാത്ത സ്ഥലത്തും പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലേ. കാക്ടസ് പ്ലാന്റ് എന്താണ്? നമ്മുടെ മരുഭൂമി പോലത്തെ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ്. ഇതിന് എന്താണ്? കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മഴ പെയ്യുമ്പോഴുള്ള വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വെള്ളം ഇല്ലാത്ത സമയത്തും ഇത് ജീവിക്കും, ഇത് വളരും. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫീച്ചർ thick fleshy stems to store more water for a longer period of time. ഇതിനുള്ള കട്ടിയുള്ള ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെമ്മാണ്. എന്ത്? വാട്ടർ സ്റ്റോർ ചെയ്യാൻ കുറേ കാലം, ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം, കുറേ കാലത്തിലേക്ക് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലഷി ആയിട്ട് തിക്കായിട്ടുള്ള സ്റ്റെമ്മാണ് ഇതിനുള്ളത്. ഹാവ് ത്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. ഇതിനെന്താണ്? ഇലകളില്ല അല്ലേ, ലീവ്സ് ഇല്ല. ലീവ്സിന് പകരം എന്താണ്? മുള്ളുകളാണ്, ത്രോൺസ് ആണ്. ത്രോൺസ് ആണുള്ളത്. അതേപോലെ തന്നെ ഫ്ലഷി സ്റ്റെംസ് ആണ്. അതുകൊണ്ട് തന്നെ കുറേ കാലം ഇതെന്താണ്? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിനെന്താണ്? വാക്സി സ്കിൻ. എന്താണ്? ഒരു വാക്സി കോട്ടിംഗ് ആണല്ലേ, ഒരു വാക്സ് മേഗ് പോലത്തെ സ്കിന്നാണ് ഇതിനുള്ളത്. ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ. ആവശ്യമുള്ള വെള്ളമില്ലാത്ത സ്ഥലത്തും ഈ പ്ലാന്റ്സ് ഗ്രോ ചെയ്യും, വളരും. നീലക്കുറിഞ്ഞി. ദർ ഈസ് എ റയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. എന്നാണ് ഒരു റയർ പ്ലാന്റ് ആണ്, അധികം കാണാത്തൊരു പ്ലാന്റ് ആണ്. ദാറ്റ് ബ്ലൂംസ്, അവ പൂക്കുന്നത് എപ്പോഴാണ്? വൺസ് ഇൻ 12 years, 12 വർഷത്തിലൊരിക്കലാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവാണ് ഈ നീലക്കുറിഞ്ഞി പറഞ്ഞ പ്ലാന്റ്. വൺസ് ദി ഫ്ലവർ ബ്ലൂംസ്, ഒരിക്കൽ ആ ഫ്ലവർ ബ്ലൂം ചെയ്താൽ, പൂത്താൽ, ഇറ്റ് വിൽ സ്റ്റേ വിത്തൗട്ട് വിതറിങ് ഫോർ അപ് ടു 3 months. അതെന്താണ്? 3 മാസം അതെന്താണ്? കൊയ്യാതെ 3 മാസം അത് നിൽക്കും, സ്റ്റേ ചെയ്യും. 3 മാസത്തോളം ആ 12 വർഷത്തിലൊരിക്കൽ പൂത്താൽ അത് 3 മാസം വരെ അത് സ്റ്റേ ചെയ്യും, നിൽക്കും. ദേ ആർ ബ്ലൂ ഇൻ കളർ. അവ എന്താണ്? കളറിൽ ബ്ലൂ കളറാണ്. നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദി ഫ്ലവർ നീലക്കുറിഞ്ഞി. ഈ നീലഗിരി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് എന്താണ്? ഈ പൂവിൻ്റെ, നീലക്കുറിഞ്ഞിൻ്റെ പേരാണ് കിട്ടിയത്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്?
പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഉപയോഗം എന്താണ് അല്ലേ? ദേ ഗീവ് ഷെയ്ഡ്, അവ നമുക്ക് പ്ലാന്റ്സ് എന്താണ്, തണൽ തരുന്നു. ദേ ഗീവ് ഷെൽട്ടർ, എന്താണ്, അവ വാസസ്ഥലം തരുന്നു അല്ലേ? ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ എന്താണ്, അവ എന്താണ്, വീടാണല്ലേ, അവർക്ക് വാസസ്ഥലമാണ്. ദേ ഗീവ് ഫ്രൂട്ട്സ് അല്ലേ, മരങ്ങൾ എന്താണ്, ഫ്രൂട്ട്സ് തരുന്നു. ഹെൽപ്പ് അസ് ടു ഗെറ്റ് ഫ്രഷ് എയർ, നമുക്ക് എന്താണ്, ശുദ്ധവായു, ഫ്രഷ് ആയിട്ടുള്ള എയർ തരുന്നു. ഹെൽപ്സ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ, എന്താണ്, മണ്ണൊലിപ്പ്, സോയിൽ ഇറോഷൻ തടയുന്നു, മണ്ണൊലിക്കുന്നത് തടയുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. പ്ലാന്റ്സ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻസ് അല്ലേ, മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് എന്താണ്, മരുന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ്. ഇതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ യൂസസ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദി എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. ഡോണ്ട് യു തിങ്ക് സോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? യെസ്, നമ്മുടെ ഡ്യൂട്ടിയാണല്ലേ എന്ത്, എർത്ത് സംരക്ഷിക്കുക എന്നത്. ഈ ഭൂമി എന്താണ്, പ്ലാന്റ് ചെയ്തിട്ടില്ലേ, മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് മരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അല്ലേ, ഡ്യൂട്ടിയാണ്. എല്ലാവരും മരങ്ങളൊക്കെ വെച്ച് നട്ട് പിടിപ്പിക്കുക, എന്നിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ലെറ്റസ് ആക്സസ്, നമ്മളെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അതിലെന്താണ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്, ഫൈൻഡ് ഔട്ട് ദി നെയിംസ് ഓഫ് ദി പ്ലാന്റ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദി കാറ്റഗറി ഇൻ വിച്ച് ദേ ബിലോങ് ടു. ഐഡന്റിഫൈ മോർ എക്സാമ്പിൾസ് ആൻഡ് നോട്ട് ഡൗൺ ദർ ഫീച്ചേഴ്സ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ നെയിം എഴുതുക, ഇത് ഏത് കാറ്റഗറി ആണെന്ന് എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. ഇതേതാണ് ഈ പ്ലാന്റ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്, തുമ്പ അല്ലേ, ഇതെന്താണ്, റോസ് പ്ലാന്റ് ആണ്, ഇതെന്താണ്, കോക്കനട്ട് ട്രീ ആണ്. ഇതൊക്കെ ഏതൊക്കെ കാറ്റഗറിയാണ്? തുമ്പ എന്താണ്, ഹെർബ്സിലുള്ളതാണ്, ഔഷധ ചെടി എന്ന കാറ്റഗറിയിലുള്ളതാണ്. റോസ് എന്താണ്, ഷ്രബ്സ് അല്ലേ, കുറ്റിച്ചെടി എന്ന കാറ്റഗറിയിലുള്ളതാണ്. കോക്കനട്ട് ട്രീ എന്താണ്, ട്രീസ് എന്ന കാറ്റഗറിയിലുള്ളതാണ്. അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലേ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് നോട്ട് പോലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് കാണാത്തവർ അത് കണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. കളർ ദി ഫ്ലവേഴ്സ് അപ്രോപ്രിയേറ്റ്ലി, ഇതിനെന്താണ്, കളർ ചെയ്യുക, ഈ ഫ്ലവേഴ്സിന് കളർ ചെയ്യുക. വൈ ഡിഡ് യു സെലക്ട് ദിസ് കളർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കളർ സെലക്ട് ചെയ്തത്? ഹിബിസ്കസ് എന്താണ്, റെഡ് കളറിലുള്ളതുണ്ട്, ഓറഞ്ച് കളറിലുള്ളതുണ്ട്, യെല്ലോ കളർ ഉണ്ട്, അങ്ങനെ പല കളറിലുണ്ട്. അപ്പം നിങ്ങൾ ഏത് കളറാണ് കൊടുക്കുക? അതിലിഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെ ഒരു കളർ മാത്രമുള്ള പൂക്കളുണ്ട്, കുറേ കളേഴ്സ് ഉള്ള പൂക്കളുണ്ട്. എന്താ ഇവിടെ താഴെയുള്ള ബോക്സിൽ എന്താണ്, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, ഒരു കളറുള്ള ഫ്ലവറുള്ള പ്ലാന്റ്സിന്റെ നെയിംസ് എഴുതുക. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്, പല പല കളറിലുള്ള ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സിന്റെ നെയിം ഇതിൽ എഴുതുക. എന്നാണ് ഒരു കളർ മാത്രമുള്ള പൂക്കൾ ഏതാണ്, ജാസ്മിനിലെ വൈറ്റ് കളറിൽ മാത്രമാണ് ഉണ്ടാവാറ്. ദെൻ തുമ്പ, നീലക്കുറിഞ്ഞി, കണിക്കൊന്ന, ഇതൊക്കെ എന്താണ്, ഒരു കളർ മാത്രമുള്ള പ്ലാന്റ്സ് ആണ്. ദെൻ പല കളേഴ്സ് ഉള്ളത് ഏതാണ്, ഹിബിസ്കസിന് എന്താണ്, പല കളേഴ്സ് ഉണ്ടാവും അതിന്റെ പൂവിനില്ലേ. ലോട്ടസ്, റോസ്, മാരിഗോൾഡ്, ഇതൊക്കെ എന്താണ്, പല പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകും. വാട്ട് അബൌട്ട് ദി ഗ്രോത്ത് ഓഫ് ദി സാപ്ലിംഗ് ദാറ്റ് യു പ്ലാന്റഡ്, നിങ്ങൾ പ്ലാന്റ് ചെയ്ത സാപ്ലിംഗ് ഇല്ലേ, നിങ്ങളൊരു വിത്ത് പ്ലാന്റ് ചെയ്തിട്ടില്ല, അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്? ഡ്രോ എ പിക്ചർ ആൻഡ് മാർക്ക് ഇറ്റ്സ് പാർട്സ്, ഒരു പിക്ചർ വരച്ചിട്ട് അതിന്റെ പാർട്സ് അടയാളപ്പെടുത്തുക. ഹൗ ഡസ് ദിസ് പ്ലാന്റ് ബെനിഫിറ്റ് അസ് ആൻഡ് അതർ ഓർഗാനിസംസ്, ഈ പ്ലാന്റിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചതാണ്, അത് എന്തൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് നിങ്ങൾ എഴുതുക. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, എന്താ എക്സ്ട്രാ ആക്ടിവിറ്റി ആണ്. ഫൈൻഡ് ഔട്ട് എനി 5 പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്, നിങ്ങളുടെ ചുറ്റുമുള്ള 5 പ്ലാന്റ്സ് കണ്ടുപിടിക്കുക. ആൻഡ് ക്രിയേറ്റ് ദർ ഗ്രീൻ കാർഡ് യൂസിങ് ദി ഡീറ്റെയിൽസ് ഗിവൺ ബിലോ, താഴെയുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് അതിനൊരു ഗ്രീൻ കാർഡ് തയ്യാറാക്കുക. ഇവിടെ ഒരു പ്ലാന്റിൻ്റെ ഗ്രീൻ കാർഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ ചുറ്റുമുള്ള പ്ലാന്റ്സിൻ്റെ ഗ്രീൻ കാർഡ് ഉണ്ടാക്കി നോക്കുക. എന്താണ് ഞാനെടുത്ത പ്ലാന്റ്, എന്താ നെയിം ഓഫ് ദി പ്ലാന്റ്, റോസ്. ഇതേതാണ് കാറ്റഗറി, ഏതാണ്, ഷ്രബ് ആണല്ലേ. ദെൻ ദി പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്, പ്ലാന്റ് ചെയ്യാൻ ഏതാണ് ഭാഗം എടുത്തത്, സ്റ്റെമ്മിലെ അതിൻ്റെ കൊമ്പ് കുഴിച്ചിട്ടാണ് റോസാ ചെടി ഉണ്ടാക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ദി ലീഫ്, ലീഫ് എങ്ങനെയാണ്, ഓവൽ ഷേപ്പ് ലീഫാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ഫ്ലവർ, ഫ്ലവറിന് എന്താണ്, മെനി പെറ്റൽസ്, കുറേ പെറ്റൽസ് ഉണ്ട് അല്ലേ, ഇതളുകളുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റെം, സ്റ്റെം എങ്ങനെയാണ്, ഹാർഡ് സ്റ്റെം ആണല്ലേ. ഷ്രബിൻ്റെ ഫീച്ചേഴ്സ് ഹാർഡ് സ്റ്റെം ആണ്, വെരി ഹാർഡും അല്ല സോഫ്റ്റും അല്ല, മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ്. നെക്സ്റ്റ്, ഹാവ് നോട്ട് യു സീൻ പ്ലാന്റ്സ് ലൈക്ക് ഹിബിസ്കസ്, റോസ് ആൻഡ് others വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ അവർ സറൗണ്ടിങ്സ്, അല്ലേ. ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഹിബിസ്കസ്, റോസ് എന്താണ്, പല കളറിലുള്ള റോസാ ചെടികൾ ഉണ്ടല്ലേ, റോസ് കളറിൽ, റെഡ് കളറിൽ ഒക്കെ ഉണ്ട്. ദേ ആർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദി സെയിം പ്ലാന്റ്, അതെന്താണ്, ഒരു പ്ലാന്റിന്റെ പല പല വെറൈറ്റികളാണല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. റോസിന്റെ തന്നെ പല വെറൈറ്റീസ് ആണത്. പ്ലാന്റ് സച്ച് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഇൻ യുവർ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, നിങ്ങളുടെ വീട്ടിലെ ഗാർഡനിൽ എന്താണ്, അതുപോലത്തെ ഒരു പ്ലാന്റിനെ പ്ലാന്റ് ചെയ്യുക. നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ?
നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.